ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സജൂസ് ടേസ്റ്റ് ലാൻഡ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി തന്നെയൊന്ന് കണ്ടു നോക്കൂ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇടിച്ചക്ക കുനുകുനെ എന്ന് അരിഞ്ഞെടുക്കുന്നതാണ്. അപ്പോൾ ഇടിച്ചക്ക ഇങ്ങനെ കൊത്തി അരിഞ്ഞെടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. ഒരുപാട് ടൈമൊക്കെ എടുത്തിട്ടായിരിക്കും നമ്മൾ അത് റെഡിയാക്കിയിട്ട് എടുക്കുന്നുണ്ടാവുക. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഇതേപോലെ നമുക്ക് ആവശ്യമുള്ളത് അതിൻ്റെ തോടൊക്കെ കളഞ്ഞതിന് ശേഷം ഇതേപോലെ ഒന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് ജസ്റ്റ് ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതെല്ലാം ഇതേപോലെ തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് അങ്ങനെ ചെയ്യണത്. അപ്പോൾ എന്നിട്ട് നമ്മൾ അതിലൊരു 1/4 ഭാഗത്തോളം നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇടിച്ചക്ക നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ജസ്റ്റ് 1-2 പ്രാവശ്യമായിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരുപാട് അങ്ങനെ അരച്ചെടുക്കാൻ പാടില്ല. ജസ്റ്റ് 1-2 പ്രാവശ്യം ക്രഷ് ചെയ്യുമ്പോഴേക്കും തന്നെ നല്ല പെർഫെക്റ്റായ രീതിയിൽ നമുക്ക് പൊടിയായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് റെസിപ്പികൾ തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഇനി അടുത്ത ടിപ്പ്, നമ്മൾ ഇതേപോലെ പാത്രങ്ങൾ നമ്മൾ വിറകടുപ്പിലൊക്കെ വെക്കുമ്പോൾ അതിൽ ഒരുപാട് കരിയൊക്കെ പിടിക്കാറുണ്ട്. എന്നാലും നമുക്ക് കരിയൊന്നും ഒട്ടും തന്നെ കരി പിടിക്കാത്ത രീതിയിൽ നമുക്ക് വിറകടുപ്പിൽ പാകം ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടൊക്കെ ആയിരിക്കും നമ്മളത് കഴുകിയൊക്കെ ആയിരിക്കും വൃത്തിയാക്കി എടുക്കുന്നുണ്ടാവുക അല്ലേ. അപ്പോൾ അതൊക്കെ നമുക്ക് പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ അതൊഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ടിപ്പ് പറയാം. അപ്പോൾ അതേപോലെ പാത്രത്തിൻ്റെ അടിയിൽ നമുക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ഏത് പുതിയ പാത്രമാണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ സ്റ്റീലാണെന്നുണ്ടെങ്കിലും അലുമിനിയം പാത്രമാണ് എന്നുണ്ടെങ്കിലും, ഇപ്പോൾ കുക്കറൊക്കെ ആണ് എന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് ഈ രീതിയിൽ ചെയ്യാവുന്നതാണ്. അതിൻ്റെ എത്ര സമയം വേണമെന്നുണ്ടെങ്കിലും നമുക്ക് വിറകടുപ്പിൽ കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഒട്ടും തന്നെ കരി പിടിക്കാത്ത രീതിയിൽ നമുക്ക് നമ്മുടെ പാത്രം വളരെ സിമ്പിളായിട്ട് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനൊരു സിമ്പിൾ മെഴുക്ക് പുരട്ടിയായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ആ പാത്രത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കരി പിടിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും നമുക്കത് ജസ്റ്റ് ഇതേപോലെ വിരൽ കൊണ്ടൊന്ന് മാറ്റുമ്പോൾ തന്നെ അറിയുന്നുണ്ടായിരിക്കും ഒട്ടും തന്നെ പാത്രത്തിലേക്ക് അങ്ങോട്ട് പിടിച്ചിട്ടില്ല. നമുക്കൊരു പേപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുക മാത്രമാണ് ചെയ്യേണ്ടത് കേട്ടോ. വളരെ ക്ലീനായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഇത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് തുടച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ സാധാരണ കഴുകുന്ന പോലെ ഡിഷ് ലിക്വിഡോ അല്ലെങ്കിൽ സോപ്പോ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതിയായിരിക്കും. വളരെ ക്ലീനായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് കഴുകിയെടുക്കാനായിട്ട് പറ്റും. ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഉറയൊന്നും ഇല്ലാതെ നമ്മൾ തൈര് തയ്യാറാക്കിയെടുക്കുന്നതാണ്. അപ്പോൾ ആ തൈര് നമ്മളൊരു 3 രീതിയിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. നല്ല കട്ട തൈരാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കവർ പാലെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളം ചേർക്കാത്ത പാല് വേണം നമ്മൾ ഈ ഒരു തൈര് നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഒരുപാട് പതഞ്ഞ് പൊങ്ങി വരരുത്. ഒരു 10-15 മിനിറ്റ് നേരത്തേക്ക് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. പാട കെട്ടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് അതിൽ ഒരു 15 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും പാല് കുറച്ചുകൂടി ഒന്ന് കട്ടിയായിട്ട് വരാനായിട്ട് തുടങ്ങും. എന്നിട്ട് നമുക്ക് കുറച്ചൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം അവിടെ നിന്ന് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ 3 രീതിയിൽ കാണിക്കുന്നത് കൊണ്ട് 3 ബൗളുകളിലേക്കായിട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒന്നിൽ കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒരു 2-3 ഇട്ട് കൊടുക്കുക. ഒന്നിൽ വറ്റൽമുളക് 1-2 ഇട്ട് കൊടുക്കുക. അടുത്തതിൽ കുറച്ച് വിനാഗിരി, 1 സ്പൂൺ വിനാഗിരി ഒഴിച്ചിട്ട് കുറച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് ടൈറ്റാക്കിയിട്ട് വെക്കുക. അപ്പോൾ നന്നായിട്ട് ടൈറ്റായിരിക്കുന്ന മൂടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഇതേപോലെ ക്ലിങ് ഫോയിൽ വെച്ചിട്ട് നന്നായിട്ട് എയറൊന്നും കിടക്കാത്ത രീതിക്ക് ഇതേപോലെ നമുക്ക് എല്ലാം ചെയ്ത് വെക്കുക കേട്ടോ. ഇനി നമ്മളിത് എന്താണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ചൂടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു നല്ല ചൂടുള്ള വെള്ളം നമ്മൾ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു പാല് അതിലേക്ക് ഇറക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഞാൻ 2 പാത്രത്തിലുള്ളത് ഈ ഒരു കുക്കറിലേക്ക് തന്നെ ഇറക്കി വെക്കുന്നുണ്ട്. ഇതേപോലെ വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മൂടി വെക്കുക കേട്ടോ. അത് ആവിയൊന്നതിലേക്ക് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതേപോലെ മൂടി വെച്ചിട്ട് വെയിറ്റൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക. ഒരു കുറച്ച് സമയം ഇരിക്കുമ്പോൾ എന്തായാലും അതിലുള്ള വെള്ളം തണുത്ത് പോകും. അപ്പോൾ നമ്മൾ വീണ്ടും വെള്ളം മാറ്റിയിട്ട് 1-2 പ്രാവശ്യമൊക്കെ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോഴേക്കും തന്നെ നമ്മുടെ തൈര് റെഡിയായി കിട്ടും. ഇനി അടുത്തൊരു രീതി എന്ന് പറയുന്നത്, ഇതേപോലെ റൈസ് കുക്കറിൽ നമ്മൾ വെക്കുന്നതാണ്. അപ്പോൾ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു, നല്ല ചൂടുണ്ട്. അപ്പോൾ
അപ്പോൾ അതിൻ്റെ മുകളിലാണ് ഞാൻ ഈ ഒരു പാല് വെക്കുന്നത്. ഇപ്പോൾ അതിലിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു പാല് തൈരായിട്ട് വരാനായിട്ട് തുടങ്ങും കേട്ടോ. അപ്പോൾ കുറച്ച് സമയം ഇരുന്നപ്പോഴേക്കും തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് നമ്മുടെ തൈര് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഉറയില്ലാത്ത സമയത്തൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് തൈരൊക്കെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇനി നമുക്കിതൊക്കെ ഒന്ന് ഇതിലുള്ള ഈ ഒരു കവറൊക്കെ മാറ്റിയിട്ട് മുളകൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് നമുക്ക് നോക്കാം. വളരെ പെർഫെക്റ്റായ രീതിയിൽ നല്ല ക്രീമി ആയിട്ടുള്ള രീതിയിലുള്ള ഒരു തൈരാണ് നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ സാധാരണ ഉറയൊഴിച്ചിട്ട് തയ്യാറാക്കുന്ന ആ ഒരു തൈരിൻ്റെ അത്ര പുളി ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കരുത്, പുറത്താണ് നമ്മളിത് വെക്കേണ്ടത് കേട്ടോ. ഇനി അടുത്ത ടിപ്പെന്ന് പറയുന്നത് ഇതേപോലെ നമ്മൾ പൊട്ടിച്ച് വെച്ചിരിക്കുന്ന തേങ്ങ കുറച്ച് ദിവസം ഇരിക്കുമ്പോൾ എന്തായാലും അത് കളറൊക്കെ മാറിയിട്ട് കേടായി വരാനായിട്ട് തുടങ്ങും കേട്ടോ. അതിൻ്റെ ടേസ്റ്റൊക്കെ തന്നെ മാറി തുടങ്ങുക. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിലും പുറത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിലും ഒക്കെ അങ്ങനെ സംഭവിക്കുന്നതാണ്. അപ്പോൾ അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പൊടിയുപ്പ് നമുക്ക് ഈ ഒരു തേങ്ങയിൽ എല്ലായിടത്തുമായിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് പുറത്ത് വെച്ചാലും ഇനിയിപ്പോൾ അതെല്ലാം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയായാലും മതി. നല്ല പെർഫെക്റ്റായ രീതിയിൽ തന്നെ ഒട്ടും തന്നെ കേടാവാതെ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി അടുത്ത ടിപ്പെന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ കല്ലുപ്പ് സൂക്ഷിച്ച് വെക്കുമ്പോൾ എന്തായാലും കുറച്ച് ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ അത് അലിഞ്ഞു വരാനായിട്ട് തുടങ്ങും. അപ്പോൾ അത് ഒഴിവാക്കാനുള്ള ടിപ്പാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അരി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒട്ടും നനവില്ലാത്ത ഒരു ഗ്ലാസിൻ്റെ ബോട്ടിൽ വേണം നമ്മൾ കല്ലുപ്പ് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് ഇതിൻ്റെ അടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കല്ലുപ്പ് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ അരി ഉണ്ടല്ലോ അത് ഒരു കിഴിയാക്കി കെട്ടിയിട്ട് നമ്മുടെ ഈ ഒരു ഉപ്പിലേക്ക് ഇറക്കി വെച്ചാലും മതിയായിരിക്കും. ഉപ്പ് പെട്ടെന്ന് അലിഞ്ഞു പോവില്ല, കുറച്ച് നാൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി നമ്മുടെ അടുത്ത ടിപ്പെന്ന് പറയുന്നത് കുരുമുളക് ഉണക്കിയെടുക്കുന്നതാണ്. അപ്പോൾ സാധാരണ നമ്മൾ കുരുമുളകൊക്കെ ഉണക്കിയെടുക്കുമ്പോൾ ഒരുപാട് ദിവസം, അതായത് ഏകദേശം ഒരു 4-5 ദിവസമെങ്കിലും നമ്മൾ വെയിലത്തിട്ടിട്ട് അങ്ങനെ ഉണക്കിയെടുക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്കതൊരു കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ദിവസവും നമ്മൾ വെയിലത്ത് കൊണ്ടുപോയിടണം. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ എടുത്ത് കൊണ്ടുവരണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായ രീതിയിൽ നമുക്ക് കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഉണങ്ങി കിട്ടുന്ന ഒരു ടിപ്പാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എത്ര തന്നെ കുരുമുളക് ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു ടിപ്പ് നമുക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഒരുപാടൊന്നുമില്ല, ഇത് നമ്മുടെ കുരുമുളകിൻ്റെ ഇതിൽ നിന്ന് കുറച്ചിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് താഴെ വീഴുന്നതാണ്. അപ്പോൾ അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ എപ്പോഴും ഇങ്ങനെ താഴെ വീഴുമ്പോൾ അത് എപ്പോഴും വെയിലത്ത് കൊണ്ടുപോയിട്ട് ഉണക്കുക എന്നൊക്കെ പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് ഞാൻ ഈ ഒരു ടിപ്പ് വെച്ചിട്ടാണ് ഞാനിത് ഉണക്കിയെടുക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ കുരുമുളക് ഇതേപോലെ അതിൻ്റെ ആ ഒരു കതിരിൽ നിന്ന് നമുക്ക് ഇതേപോലെ വേറെടുത്തി എടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് ഉണക്കിയെടുക്കാനും വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് എത്ര തന്നെ ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ഇതേപോലെ വേറെടുത്തി എടുക്കുക. അതിന് ശേഷം നമ്മളിത് നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ. അപ്പോൾ അതിലെന്തായാലും കുറച്ച് പൊടികളും അതുപോലെ തന്നെ പ്രാണികളോ അതല്ലെങ്കിൽ അധികം മൂക്കാത്തതോ ഒക്കെ ആയിട്ടുള്ള കുരുമുളകൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു 2-3 പ്രാവശ്യത്തേക്കെങ്കിലും നമ്മൾ നല്ലപോലെ കഴുകിയെടുക്കണം. അപ്പോഴേ നമ്മുടെ കുരുമുളക് നന്നായിട്ട് ക്ലീനായി കിട്ടും കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നിറച്ചതിൽ വേസ്റ്റ് കാര്യങ്ങളൊക്കെ അതിലുണ്ട്. അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് നമ്മൾ ഒന്ന് ഞരടിയിട്ട് തന്നെ നമ്മളതൊന്ന് കഴുകിയെടുക്കുക. അപ്പോൾ എന്തെങ്കിലും മാറാലയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പോകാനായിട്ടത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്രയും വേസ്റ്റ് അതിലുണ്ട്. ഇനിയിപ്പോൾ ഞാനൊരു 2-3 പ്രാവശ്യമായിട്ട് വെള്ളം മാറ്റിയിട്ട് കഴുകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഫ്രഷായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ കുടിക്കാനുള്ള വെള്ളമാണ് ഞാൻ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുള്ളത്. അതിൻ്റെ മുകളിലേക്ക് ഒരു അത്യാവശ്യം വലിപ്പമുള്ളൊരു മൂടി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ നമ്മൾ കുരുമുളക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് നിരത്തി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് വളരെ കുറച്ചേ ഉള്ളൂ. എന്നിരുന്നാൽ പോലും നമുക്ക് ഒരുപാട് ഉണ്ട് എന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു രീതി വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ വെള്ളമൊക്കെ തിളച്ച് അതൊക്കെ ഒന്ന് തണുത്ത് വരുമ്പോഴേക്കുമൊക്കെ നമ്മുടെ കുരുമുളക് നന്നായിട്ട് തന്നെ നല്ല പെർഫെക്റ്റായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ചോറ് വെക്കുമ്പോഴാണ് എന്നുണ്ടെങ്കിലോ അതല്ലെങ്കിൽ നമ്മൾ കുളിക്കാനൊക്കെ വെള്ളം ചൂടാക്കുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ മൂടിയിലോ ഒക്കെ ആയിട്ട് നമുക്ക് ഇട്ടിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ പാകം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ മൂടിയിലൊക്കെ ഇതേപോലെ വെക്കാം. എന്നിട്ട് നമുക്ക് കുറേയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലും ഒക്കെ ഉണക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ കുറച്ച് സമയം ഇരുന്നപ്പോഴേക്കും തന്നെ ഒരു 10-15 മിനിറ്റ് ആയിട്ടുള്ളൂ. അപ്പോഴേക്കും തന്നെ ഇത് നല്ലപോലെ വാടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒട്ടും വെയിലൊക്കെ കിട്ടാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെയിലത്തിടാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുരുമുളകൊക്കെ ഒരുപാടുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും കാണുന്ന ഇതാണിത്. നന്നായിട്ട് തന്നെ വാടി ഒന്നും കൂടി ചുരുങ്ങി വന്നിട്ടുണ്ട് കേട്ടോ.
ഇനി നമുക്കിത് ഒന്ന് നമ്മുടെ ഈ ഒരു വെള്ളമൊക്കെ തിളച്ചിട്ട് കഴിഞ്ഞപ്പോൾ അതൊന്ന് തണുത്ത് വരുന്ന ഒരു സമയമുണ്ടല്ലോ, ആ ഒരു സമയമാകുമ്പോഴേക്കും തന്നെ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതാ ഇപ്പോഴും നമ്മുടെ ഈ ഒരു വെള്ളത്തിന് നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് തന്നെയാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. അതിൽ നിന്ന് മാറ്റേണ്ട കാര്യമില്ല, ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് വെക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ദാ രാവിലെ നോക്കുമ്പോഴേക്കും ഇത് നല്ല രീതിയിൽ തന്നെ ഉണങ്ങി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നല്ല കട്ടിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് വെയിലത്തിടേണ്ട കാര്യമൊന്നുമില്ല. ഇത് നമുക്ക് സൂക്ഷിച്ച് വെക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഒരുപാടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു രീതി നമുക്ക് ഫോളോ ചെയ്യാൻ, ഇപ്പോൾ വളരെ കുറച്ചേ ഉള്ളൂ എന്നുണ്ടെങ്കിലും ഈ ഒരു സിമ്പിൾ രീതി നമുക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ കൊണ്ടുപോയി ഉണക്കിയിടേണ്ട കാര്യമൊന്നുമില്ല. എടുത്തു കൊണ്ടുവരേണ്ട ആ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളെല്ലാം നമുക്ക് ഒഴിവായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് നമ്മളിത് സൂക്ഷിച്ച് വെക്കണമെന്ന് കാണാം. അപ്പോൾ പലരും പല രീതിയിലൊക്കെ ആയിരിക്കും സൂക്ഷിച്ച് വെക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ഇത് ഒരു ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ പൊടിച്ച് സൂക്ഷിക്കുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രത്യേകിച്ച് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ചെറിയൊരു തീയിൽ വെച്ചിട്ടാണ് നമ്മളിതൊന്ന് ചൂടാക്കി എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് വറുത്ത് അങ്ങനെയൊന്നും പൊട്ടി വരേണ്ട അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഒരു മിനിറ്റ് നേരത്തേക്കൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് നല്ലപോലെ തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക കേട്ടോ. അതിനുശേഷം ഒട്ടും തന്നെ നനവില്ലാത്തൊരു മിക്സിയുടെ ജാറിലേക്ക് നമുക്കിതിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ പൊടിച്ചെടുക്കുന്ന ചിലരൊക്കെ ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കുന്നവരുണ്ടായിരിക്കും, അല്ലെങ്കിൽ ചിലർ ജസ്റ്റ് ക്രഷ് ചെയ്ത രീതിയിലൊക്കെ ആയിരിക്കും പൊടിക്കുന്നുണ്ടാവുക. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ കുറേയൊക്കെ പൊടിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിത് ചൂടാക്കി എടുത്തത് കാരണം തന്നെ ഒട്ടും തന്നെ ഇത് കേടാവാതെ ഇരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിത് നല്ല ഫൈനായിട്ട് കാരണം പൊടിച്ചെടുത്തിട്ടുണ്ട്. കാരണം നമ്മളിത് ഈ ഉണക്കിയത് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയത് കൊണ്ടാണ് നമുക്ക് ഇത്രയും നല്ല രീതിയിൽ നമുക്കിത് പൊടിഞ്ഞ് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മളിത് ഒട്ടും തന്നെ നനവില്ലാത്ത ഇതേപോലൊരു ബോട്ടിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ നാൾ, എത്ര നാൾ വേണമെന്നുണ്ടെങ്കിലും നമ്മളുടെ ഈ ഒരു കുരുമുളക് പൊടി നമുക്ക് ഒട്ടും തന്നെ പൂപ്പൽ വരാതെ കേടാവാതെ തന്നെ ഇരുന്നോളും. നല്ല ഫ്രഷായിട്ട് തന്നെ ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഈ ടിപ്സുകളൊക്കെ ഒന്ന് ഫോളോ ചെയ്യൂ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ല് കൂടിയൊന്ന് എനേബിൾ ചെയ്യണേ. അപ്പം ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും. ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.